إله إلا الله محمد رسول. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. പുണ്യമീ വാസരം പൂക്കും മഹൽ ഗുണം പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം. പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണ്ണമാം നോമ്പിൻ വിശേഷങ്ങളല്ലയോ. കാരുണ്യമേകുന്ന 10 ദിനങ്ങളും പാപം പൊറുക്കുന്ന 10 ദിനങ്ങളും സ്വർഗീയ ലോകപ്രവേശം ചൊരിയുന്ന അവസാന 10 നോമ്പിൻ സുഗന്ധവും മുത്ത് നബി തൻ മുസല്ലയിൽ നാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ച റമളാൻ നിലാവിലെ യാമസൗരഭ്യം വിടർത്തും വസന്തമേ. പുണ്യങ്ങളുടെ പുത്തനാരവങ്ങൾ വിതറി പ്രകൃതിക്ക് പച്ചപ്പു നൽകി മനസ്സുകൾക്ക് സമാശ്വാസത്തിന്റെ തേന്മഴ നൽകി ദുഃഖങ്ങൾക്ക് പരിസമാപ്തി നൽകി തേട്ടങ്ങൾക്ക് ഉത്തരം നൽകി മനുഷ്യന്റെ മനസ്സിൽ കുടിയിരുന്ന അഭിലാഷങ്ങൾക്കും അവന്റെ അഭിവാഞ്ചകൾക്കും കൈവല്യം നൽകിയിട്ട് വിശുദ്ധമാസമായ വസന്തങ്ങളുടെ സുഹൃതമായ റമളാൻ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരികയായി. നോമ്പ് എന്ന് പറയുന്ന ആരാധന അത് എനിക്കുള്ള ആരാധനയാണ്. അതിനുള്ള പ്രതിഫലം ഞാൻ തന്നെയാണ് നൽകുന്നത് എന്ന് അല്ലാഹു സർവശക്തനായ തമ്പുരാൻ പറഞ്ഞതായിട്ട് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുദ്സിയായ ഹദീസിലൂടെ രേഖപ്പെടുത്തുകയുണ്ടായി. കടലിലും ഈ വെളിച്ചം, കരയിലും ഈ വെളിച്ചം. വാനലോകത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിപ്പറവയുടെ കളകളാരവം മുഴക്കുന്ന ചുണ്ടിന്റെ മന്ത്രധ്വനികളിൽ പോലും ഈ വെളിച്ചത്തിന്റെ പ്രകാശ കിരണങ്ങളാണ്, ഈ വെളിച്ചത്തിന്റെ പൊട്ടുകളാണ്. അത് സമ്മാനിച്ച വസന്തമാണെങ്കിൽ അത് റമളാൻ. ഈ റമളാനാണ് ആ വെളിച്ചം സമ്മാനിച്ചത്. അത് മനുഷ്യന്റെ മനസ്സിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്ന പ്രകാശമാണ്. ആ പ്രകാശം മാനലോകത്ത് നിന്ന് മണ്ണിലേക്ക് അവതരിച്ച നിമിഷമാണിത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഗ്രന്ഥം ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. പരിശുദ്ധമായ ഖുർആനു ശരീഫ്, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ആ മാസമാണ് റമളാൻ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുകയുന്ന മനസ്സിന്റെ സാന്ത്വനമേ റമളാൻ, നീറുന്ന ഹൃദയത്തിന്റെ മോചനമേ റമളാൻ, വിങ്ങുന്ന അന്തരാളത്തിന്റെ കൈവല്യമേ റമളാൻ, വിരഹ ദുഃഖങ്ങളുടെ പരിഹാരമേ റമളാൻ, വേപതു പൂണ്ട മനസ്സിൽ പെയ്ത നിലാവ് റമളാൻ, വ്യസനങ്ങൾക്ക് മുമ്പിലെ താരാട്ടു പാട്ടാണു റമളാൻ. ഷഹറുകളിൽ ഷറഫുറ്റ മാസം റമളാൻ, സഹനത്തിൻ സന്ദേശം ഏകും റമളാൻ, റഹ്മത്തിൻ മലക്കുകൾ ഇറങ്ങും റമളാൻ,
പെരിയോന്റെ പോലീവുകൾ വീശും റമളാൻ. ദുഃഖം പെയ്ത മനസ്സിലേക്ക് ശാന്തിയുടെയും ആത്മീയതയുടെയും കിരണങ്ങൾ നൽകി, പാപക്കറ പുരണ്ടുപോയ മനസ്സിലേക്ക് ആത്മീയതയുടെ പ്രകാശ കിരണങ്ങളെ ദാനമായി നൽകാൻ കടന്നു വന്ന വസന്തമാണ് റമളാൻ. ഇദാ ദഖലൽ അശ്റു ഐഖല അഹ്ലഹു വശദ്ദ മിഅ്സറ. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശുദ്ധമായ വസന്തോത്സവത്തിന്റെ അവസാനത്തെ 10 കടന്നു വന്നാൽ ഐഖല അഹ്ലഹു, അവിടുത്തെ കുടുംബാംഗങ്ങളെ മുഴുവൻ പ്രഭാതത്തിലേ വിളിച്ചുണർത്തുകയാണ്. വശദ്ദ മിഅ്സറ, ആരാധനകളെ കൊണ്ട് വിശുദ്ധ റമളാനിനെ നിവൃത്തമാക്കാൻ അവിടുത്തെ അരയുടുപ്പിനെ മുറുക്കി കെട്ടിയിട്ട് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ ഒരുക്കം തന്നെ, ഒരു വലിയ സന്നാഹം തന്നെ ആ റമളാൻ കടന്നു വരുന്നതിന്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പിതാവിന്റെ റമളാനിലുള്ള ആരാധനകൾ നിത്യേന തന്റെ വീട്ടിന്റെ കിളിവാതിലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അരുമ സന്താനമായ മകൾ ഫാത്തിമ വന്നിട്ട് ഉപ്പയുടെ ആരാധനാകർമ്മങ്ങൾ ഓരോന്നും വ്യക്തമായി പഠിക്കുകയാണ്, അതിനെ കണ്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ റമളാൻ എത്തിയ ഒരു രാവിലാണ് തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ, തന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായ ഫാത്തിമത്തു സഹ്റായിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. മോളെ ഫാത്തിമ, ഇതേതാണ് മാസമെന്ന് നിനക്കറിയുമോ മകളെ ഫാത്തിമ? ഇതാണ് സയ്യിദുശ് ശുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്ന് പുകഴ്പെറ്റ മാസമാണ്. ഈ വന്നിരിക്കുന്നത് സുഹൃതങ്ങളുടെ വസന്തമാണ് ഫാത്തിമ. അന്യന്റെ വിശപ്പറിയാൻ നമ്മുടെ തമ്പുരാൻ നൽകിയ ആരാധനയാണ് മകളെ ഫാത്തിമ. ഇത് രാജാവ് പ്രജയുടെ വിശപ്പറിയുന്ന മാസമാണ് ഫാത്തിമ. ഉടമ അടിമയുടെ യാതന അറിയുന്ന മാസമാണ് ഫാത്തിമ. ഇല്ലായ്മയിലൂടെ ജീവിക്കുന്നവന് ഇല്ലായ്മ ഒരു വല്ലായ്മയാകുന്ന ഈ കാലഘട്ടത്തിന്റെ മുമ്പിൽ ഇല്ലാത്തവന്റെ മുമ്പിലുള്ള ത്യാഗങ്ങളെയും അവന്റെ പ്രയാസങ്ങളെയും ഉള്ളവൻ പോലും കണ്ടറിയാൻ പര്യാപ്തമായി മണ്ണിലേക്ക് അവതരിച്ച മാസമാണ് ഫാത്തിമ. അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കണേ മകളെ. ഇന്നലിൽ ജന്നതി ബാബുൻ യുഖാലു ലഹർ റയ്യാൻ യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു ഗൈറുഹും. മോളെ ഫാത്തിമ, ഇന്നലിൽ ജന്നതി ബാബുൻ യുഖാലു ലഹർ റയ്യാൻ, സ്വർഗ്ഗത്തിനൊരു കവാടമുണ്ട് മകളെ. ആ കവാടത്തിന്റെ പേരാണ് റയ്യാൻ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്നത് വ്രതാനുഷ്ഠാനത്തെ സ്വീകാര്യയോഗ്യമായ രീതിയിൽ കൊണ്ടു നടന്ന മനുഷ്യനാണ്, അഥവാ നോമ്പ് നോറ്റ മനുഷ്യന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്ത കവാടമാണ്. ഇത് കേട്ട സ്നേഹസമ്പന്നയായ മകൾ തിരിച്ചു ചോദിച്ചു, ഉപ്പ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തവർക്കെല്ലാം ആ വാതിലൂടെ കടക്കുന്നതിനുള്ള പ്രയാസം എന്താണ് ഉപ്പ? അപ്പോഴാണ് സ്നേഹസമ്പന്നനായ പാരാവാരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാരുണ്യത്തിന്റെ കടൽ എന്ന് പുകൾ കൊണ്ട് പരിശുദ്ധ പ്രവാചകൻ അവിടുത്തെ ഉപ്പ മറുപടി പറയുകയാണ്, ലാ യദ്ഖുലു മിൻഹു ഗൈറുഹും. മകളെ, ഇതങ്ങനെയുള്ള കവാടമല്ല, അത് നോമ്പുകാർക്കുള്ള കവാടമാണ്. അത് വിശുദ്ധ റമളാനിന്റെ രാപ്പകലുകളെ ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയ മനുഷ്യനുള്ള കവാടമാണ്. അതുകൊണ്ടാണ് യദ്ഖുലു മിൻഹു സ്സായിമൂന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നോമ്പുകാരെ മാത്രം പ്രവേശിപ്പിക്കുന്ന കവാടമാണ് റയ്യാൻ എന്ന കവാടമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസുഹാബിഹി വസല്ലമ തങ്ങൾ അവിടെ ഫാത്തിമ ബീവി എന്ന് പറയപ്പെടുന്ന തന്റെ മകളോട് മറുപടി പറയുന്നത് പോലും ഇത്തരത്തിലുള്ള സുഹൃതമായ മറുപടിയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അസ്സൗമു ബാബും മിനൽ ഇബാദ ലിഅന്നഹു ഖഹറുൽ ലിഅദുബില്ലാഹ്. വ്രതമെന്ന് പറയുന്നത് അത് മൊത്തത്തിലുള്ള ആരാധനകളിലേക്കുള്ള കവാടമാണ്.
ആ കവാടത്തെ കൊട്ടി തുറന്നു കഴിഞ്ഞാൽ എല്ലാ ആരാധനകളും എളുപ്പമായി. അതുകൊണ്ട് ആരാധനകൾക്കൊരു കവാടമുണ്ട്. അത് അസ്സൗമു ബാബും മിനൽ ഇബാദ ലിഅന്നഹു ഖഹ്റുൽ ലിഅദുവില്ലാഹ്. അത് അല്ലാഹുവിന്റെ ശത്രുവായിരിക്കുന്ന ഇബ്ലീസിനെ കീഴ്പ്പെടുത്താൻ കടന്നു വന്ന ആരാധനയാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പുണ്യമീ വാസരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം. പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണ്ണമാം നോമ്പിൻ വിശേഷങ്ങളേറിയേ. കാരുണ്യമേകുന്ന 10 ദിനങ്ങളും പാപം പൊറുക്കുന്ന 10 ദിനങ്ങളും സ്വർഗീയ ലോകപ്രവേശം ചൊരിയുന്ന അവസാന 10 നോമ്പിൻ സുഗന്ധവും. മുത്തേ നബി തൻ മുസല്ലയിൽ നാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ച റമളാൻ നിലാവിലെ യാമസൗരഭ്യം വിടർത്തും വസന്തമേ എന്ന് പാടിപ്പോയ കവിയുടെ വരികൾ ഇന്ന് സ്മൃതി മണ്ഡലങ്ങളിൽ പ്രസ്ഫുരണം സിദ്ധിക്കപ്പെട്ട വരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫയളീഖു മജാരിഹി ബിൽ ജൂഇ. പരിശുദ്ധ റസൂൽ പരിചയപ്പെടുത്തുകയുണ്ടായി, നിശ്ചയമായും പിശാച് മനുഷ്യന്റെ സിരകളിലൂടെ രക്തമോടുന്ന സ്ഥലമേതൊക്കെയുണ്ടോ ആ സ്ഥലങ്ങളിലൂടെയെല്ലാം അവന്റെ സഞ്ചാരം സുഗമമാക്കുന്നവനാണ്. എന്നാൽ ആ സിരകളിലൂടെ രക്തമോടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വിശപ്പിനാൽ ആ സ്ഥലങ്ങളെ സങ്കോചാവസ്ഥയിലേക്ക് കൊണ്ടുപോകണേ, അതിനെ കുടുസാക്കി മാറ്റണേ. എന്നാൽ അവന്റെ പ്രവേശനത്തിനത് പ്രയാസമായി തീരും. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ പിശാച് വലിഞ്ഞു കയറുന്ന എല്ലാ സ്ഥലങ്ങളെയും നോമ്പ് എന്ന് പറയപ്പെടുന്ന ആരാധന, ആ ആരാധനയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന വിശപ്പ്, ആ വിശപ്പിലൂടെ ഉണ്ടാകുന്ന സങ്കോചാവസ്ഥ, അതിലൂടെ പിശാചിന് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി വരാനുള്ള സൗകര്യത്തെ നിങ്ങൾ ഇല്ലാതാക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹബീബ് മറ്റൊരിടത്ത് പരിചയപ്പെടുത്തുകയുണ്ടായി. നോമ്പുകാരാ, നിന്റെ ഭാഗ്യം എത്രയാണ്! നോമ്പുകാരാ, നിനക്ക് അനുവദിക്കപ്പെട്ട സുഹൃതങ്ങൾ എത്രയാണ്! എന്റെ വിശിഷ്ടനായിരിക്കുന്ന നോമ്പുകാരാ, നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു കനിഞ്ഞരുളിയിരിക്കുന്ന വസന്തം എത്രയാണ്! ഇന്നലിസ്വാഇമി ഫറഹതൈൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളാണ്. ഏതൊക്കെയാണ് നബിയെ നോമ്പുകാരന് അനുഭവപ്പെടുന്ന 2 സന്തോഷങ്ങൾ എന്ന് പരിശുദ്ധ റസൂലിനോട് അവിടുത്തെ അനുചരന്മാർ ചോദിക്കുമ്പോ അവിടുത്തെ ഹബീബ് മറുപടി പറയുകയാണ്, ഇദാ അഫ്തറ, രാവിലെ മുതൽ വൈകുന്നേരമാകുന്നത് വരെ അന്നപാനീയങ്ങളിൽ നിന്ന് സ്വന്തം ശരീരത്തെ പൂർണ്ണമായി മുക്തമാക്കി, അങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച് അവസാനം വരണ്ട തൊണ്ടയുമായി അവൻ മഗ്രിബിന്റെ സമയത്തെ സമീപിക്കുമ്പോഴാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അവന്റെ മന്ത്രധ്വനികളെ വാഴ്ത്തിക്കൊണ്ട് ബാങ്കിന്റെ മന്ത്രധ്വനികൾ കേൾക്കുമ്പോഴാണ് ആ മനുഷ്യൻ നോമ്പിനെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ സഹിച്ചു കിടന്ന വിശപ്പിന്റെ പര്യവസാനം കുറിക്കുമ്പോ ഇതാ അഫ്തറ, അവൻ നോമ്പ് മുറിക്കുന്ന സമയത്താണ് അവന് ഒന്നാമത്തെ സന്തോഷം എന്ന് പരിശുദ്ധ റസൂൽ ആ നോമ്പുകാരന്റെ തന്നെ 2ാമത്തെ സന്തോഷമായി ഹബീബ് പരിചയപ്പെടുത്തുന്നത് വൈദാ ലഖിയല്ലാഹ്, നോമ്പിന്റെ പുണ്യവുമായിട്ട് നാളെ മഹ്ശറാവൻ സഭയിൽ കടന്നു വരുമ്പോ അവന്റെ സർവനാഥനായിരിക്കുന്ന തമ്പുരാന്റെ മുമ്പിലേക്ക് അല്ലാഹുവേ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അവൻ ആരാധനയുടെ ഭക്തിപൂർവമാണ് കടന്നു വരുന്നത്. ആ ഭക്ത്യാദരങ്ങളോടുകൂടെ തന്റെ നാഥനെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം, ഒരു ബോധം, ആ ബോധത്തിൽ നിന്നുത്ഭൂതമാകുന്ന സന്തോഷം, ആ സന്തോഷമാണ് നോമ്പുകാരന്റെ 2ാമത്തെ സന്തോഷമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നോമ്പ് അവസാനിപ്പിക്കുന്ന സമയം ദഹബൽ വമഉ വബതല്ലത്തിൽ ഉറൂഖ് വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ വമഉ, എന്റെ ദാഹം മുഴുവൻ തീർന്നുപോയി തമ്പുരാനെ,
വബതല്ലത്തിൽ ഉറൂഖ്, എൻ്റെ ശരീരത്തിലുള്ള വിജനമായി കിടന്ന, അതുപോലെ തന്നെ ഒന്നുമില്ലാതെ കിടന്ന എൻ്റെ ശരീരത്തിലെ കാലിയായി പോയ എൻ്റെ ശിരാമണ്ഡലങ്ങൾ ഞാൻ എൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് വെള്ളമൊഴിച്ചതോടുകൂടെ അവയെല്ലാം ഉണർന്നു കഴിഞ്ഞു തമ്പുരാനെ. വബതല്ലത്തിൽ ഉറൂഖ്, എൻ്റെ നാഡീ ഞരമ്പുകൾ നനഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിന് സുഖം ലഭിച്ചു തമ്പുരാനെ. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ നീ വേണ്ടുക വെക്കുകയാണെങ്കിൽ നിന്റെ പുണ്യവും എനിക്ക് കരഗതമാകണം, എനിക്ക് കരസ്ഥമാകണം എന്ന ഒരു ആവശ്യം കൂടി എൻ്റെ മനസ്സിലുണ്ട് തമ്പുരാനെ. അത് നിറവേറ്റുന്നവൻ നീയാണ്. ആ ഒരു വാക്യം എത്ര പ്രധാനപ്പെട്ട വാക്യമാണ്. വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ കടാക്ഷമുണ്ടെങ്കിൽ, അല്ലാഹുവേ നിന്റെ തീരുമാനം എനിക്ക് നീ നൽകുന്ന തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ പരലോകത്തിൽ ആ കൂലിയെയും എനിക്ക് സ്ഥിരമാക്കി തരണേ തമ്പുരാനെ എന്നാണ് അടിമ ഇവിടെ നിന്ന് തന്നെ നോമ്പ് തുറക്കുന്ന അവസരത്തിൽ പ്രാർത്ഥന നിർവഹിക്കുന്നത്. ആകാശ നീലിമയിൽ ചിറക് നിവർത്തി വട്ടമിട്ട് പറക്കുന്ന വെള്ളരിപ്രാവിന്റെ കളകളാരവങ്ങളിൽ തസ്ബീഹിന്റെ മന്ത്രധ്വനികളാണ്. പ്രഭാത സമയത്ത് തന്റെ കുഞ്ഞിന് വേണ്ടി അന്നം തേടി പറക്കുന്ന പറവയുടെ ചുണ്ടിലും തഹ്ലീലിന്റെ മന്ത്രധ്വനികളാണ്. പ്രകൃതി മുഴുവൻ ഒരേ തമ്പുരാന്റെ മുമ്പിൽ വഴിപ്പെടുകയാണ്. അരുവിയുടെ കളകളാരവങ്ങളിൽ അതിന്റെ അലയൊലികളുണ്ട്. ആഴിയുടെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യക്കുഞ്ഞിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്നതും ഒരേ തമ്പുരാനെ പറ്റിയുള്ള ഭക്തിയാണ്, അവനെ പറ്റിയുള്ള ചിന്തയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കും തമ്പുരാനെ. അസ്തഗ്ഫിറുല്ലാഹ്, എന്റെ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും നിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ഞാൻ കുമ്പസരിക്കുകയാണ് തമ്പുരാനെ. പശ്ചാത്താപ വിവശമായ മനസ്സോടുകൂടെ എല്ലാ പ്രായശ്ചിത്തങ്ങളും എന്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിട്ടാണ് തമ്പുരാനെ നിന്റെ ദർബാറിലേക്ക് എന്റെ കരങ്ങളെ ഞാൻ ഉയർത്തുന്നത് തമ്പുരാനെ. അസ്അലുകൽ ജന്ന, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു ചോദ്യവുമല്ല. അസ്അലുകൽ ജന്ന, നിന്റെ സ്വർഗീയ ലോകത്തിലേക്കുള്ള പ്രവേശത്തെയാണ് നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങുന്നത്. വഅഊദു ബിക മിനൻ നാർ, നരകത്തിന്റെ കത്തിയാളുന്ന തീക്കുണ്ടാരത്തിൽ നിന്നൊരു മോചനം. നരകത്തിന്റെ കത്തിക്കപ്പെടുന്ന വിറകായി എന്റെ ശരീരം മാറുന്ന നിർഭാഗ്യകരമായ ഹതഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ തമ്പുരാനെ എന്ന് റമളാനിന്റെ ഒന്നാമത്തെ രാവ് മുതൽ അവസാനത്തെ രാവ് വരെ പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനുഷ്യൻ മാത്രം നിർവഹിക്കുന്ന പ്രാർത്ഥനയല്ല, ഇത് സർവചരാചരങ്ങളും നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. ആഴിയുടെ ആഴങ്ങളിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ വരെ ഈ പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിൻ ഭീക് ഈമാൻ ഭീക് കുച്ച് ബഡി ബാത് തോ ഹുയി മുസൽമാൻ ഭീക്. ദീൻ ഭീക്, മതം എല്ലാം ഒന്നാണ്. ഈമാൻ ഭീക്, നമ്മുടെ വിശ്വാസമെല്ലാം ഒന്നാണ്. കുച്ച് ബഡി ബാത് തോ ഹുയി മുസൽമാൻ ഭീക്. ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ തമ്പുരാനെ, ഞങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന കിബില ഞങ്ങളുടെ കഅബയാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വേദഗ്രന്ഥം അത് വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനാണ്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് വിശുദ്ധ മതമായിരിക്കുന്ന ഇസ്ലാമാണ്. ഞങ്ങളുടെ നേതാവായി ഞങ്ങൾ മുൻനിർത്തുന്ന ഒരു നായകനുണ്ടെങ്കിൽ അത് വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ തമ്പുരാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് പറയുന്നത് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, സ്വർഗ്ഗത്തെയാണ് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത്. നരകത്തിന്റെ അഗ്നിയിൽ നിന്നുള്ള മോചനമാണ് തമ്പുരാനെ നിന്നോട് ഞങ്ങൾ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
ഇത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഷഹ്റു റമളാൻ, റമളാൻ എന്ന് പറയുന്ന ഒരു മാസം, ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. മണ്ണിലും മനസ്സിലും സൗരഭ്യം വിതറിയിട്ടാണ് റമളാൻ കടന്നു വരുന്നത്. ഇത് രാത്രികളെ ജീവിപ്പിക്കുന്ന വാസരമാണ്. ഇത് കരഞ്ഞ് കരഞ്ഞ് മനുഷ്യന്റെ നയനങ്ങളെ കണ്ണീർ പാത്രങ്ങളാക്കുന്ന മാസമാണ്. ഇത് ദരിദ്രന്റെ മുമ്പിലേക്ക് ധനികന്റെ കടാക്ഷം എത്തുന്ന കാലമാണ്. ഇത് ഇല്ലാത്തവനോട് ഉള്ളവൻ സംവേദനം നടത്തുന്ന ചാരുതയുടെ സന്ദർഭമാണ്. കുട്ടിയടക്കപ്പെട്ട മനസ്സിലേക്ക് എല്ലാം തുറക്കപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയുടെ വാതായനങ്ങൾ കടന്നു വരുന്ന മാസമാണ്. പൊട്ടിത്തകർന്ന സ്നേഹത്തിന്റെ ബന്ധങ്ങളെ വീണ്ടും വിളക്കി ചേർക്കാൻ, അതിനെ കെട്ടിപ്പടുക്കാൻ പരിശുദ്ധ ഹബീബിന് വേണ്ടി അല്ലാഹു സർവതമ്പുരാൻ ആത്മീയതയിലൂടെ ദാനമായി കൊടുത്ത മാസമാണ് റമളാൻ. സബ്കോ ഹഖീഖത്ത് സബ് തേരി ബാതേ, റമസാൻ ഫാസിലത്ത് റഹ്മത്ത് की बातें, सबको हकीकत सब तेरी बातें, रमजान फाजिलत रहमत की बातें, मुस्तफा खातिम मुरसल की आखिर हमको सिखाया रमजान फाजिलत. പരിശുദ്ധ പ്രവാചകൻ ഒരു ശ്രേഷ്ഠത മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ ശ്രേഷ്ഠതയെ പറ്റിയുള്ള പഠനങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വാതോരാതെ വിശദീകരിക്കുകയുമുണ്ടായി. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈജിപ്തിന്റെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്ന മുഖൗഖിസ് എന്ന് പറയപ്പെടുന്ന രാജാവ് പ്രവാചകന്റെ അടുക്കലേക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ ദാനമായി കൊടുത്തേക്കുകയാണ്. എല്ലാം ഉണ്ട് ആ കൂട്ടത്തിൽ. പരിശുദ്ധ പ്രവാചകന്റെ മുമ്പിലേക്ക് ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലേക്കും ഉപയുക്തമാക്കാൻ സംഗതികളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഈജിപ്തിലെ രാജാവായ മുഖൗഖിസ് എന്ന് പറയുന്ന രാജാവ് കൊടുത്തയച്ചിരിക്കുകയാണ്. കൊടുത്തയച്ച പാരിതോഷികങ്ങളുടെ കൂടെ ഒരു വിശ്വഗ്രനെയും കൂടി, അഥവാ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കൂടി പരിശുദ്ധ ഹബീബിന്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചു. പാരിതോഷികങ്ങളും സമ്മാനങ്ങളും എത്തിച്ചേർന്നപ്പോ ഡോക്ടറെ പരിശുദ്ധ ഹബീബ് ആ രാജാവിന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചയക്കുകയുണ്ടായി. മുഖൗഖിസ് രാജാവ് ചോദിച്ചു, മുഹമ്മദ് എന്ന പ്രവാചകരെ, എന്തുകൊണ്ടാണ് ഞാൻ താങ്കൾക്ക് അയച്ചു തന്ന എല്ലാ പാരിതോഷികങ്ങളും സ്വീകരിച്ചതിന്റെ കൂടെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തന്ന ചികിത്സാരിയായ ഡോക്ടറായ മനുഷ്യനെ അങ്ങ് നിരസിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് തന്നെ മടക്കി അയച്ചതിന്റെ കാരണം എന്താണ് മുഹമ്മദ് എന്ന പ്രവാചകരെ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി പരിശുദ്ധ റസൂല് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ലോകത്തിന്റെ ആരോഗ്യ സംഘടനകൾക്കുള്ള മാതൃകാ സമ്പന്നമായ മറുപടിയാണ്. അത് ഉമ്മത്ത് മുഹമ്മദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിനുള്ള മറുപടിയാണ്. അത് ലോകത്തിന്റെ ആരോഗ്യകരമായ സുസ്ഥിതിക്ക് വേണ്ടിയുള്ള മറുപടിയാണ്. പരിശുദ്ധ റസൂൽ മുഖൗഖിസ് രാജാവിനോട് ഡോക്ടറെ മടക്കി അയച്ചതിന്റെ കാരണം വിശദീകരിച്ചു. ഞങ്ങൾ മുസ്ലിം സമൂഹമാണ്. ഞങ്ങളിലേക്ക് റമളാൻ എന്ന് പറയപ്പെടുന്ന ഒരു മാസത്തിലൂടെ സൗം എന്ന് പറയപ്പെടുന്ന നോമ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാധന അല്ലാഹു നൽകിയിട്ടുണ്ട്. നോമ്പ് നോൽക്കുന്നവന് രോഗമില്ല. നോമ്പിനെ നോമ്പിന്റെ രീതിയിൽ കൊണ്ടുപോകുന്ന മനുഷ്യൻ ഇവിടെ രോഗിയായി മാറുകയില്ല. അതുകൊണ്ട് രോഗികൾക്കേ ഡോക്ടറുടെ ആവശ്യമുള്ളൂ എന്ന് മറുപടി പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുയായികൾ എന്ന് പുകഴ് കൊള്ളപ്പെട്ട ഈ സമൂഹമാണ് ലോകത്തിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെയും നിറച്ച ഒരു കമ്മ്യൂണിറ്റിയായി നമ്മുടെ മുസ്ലിം സമുദായം മാറി. എല്ലാ പ്രശ്നങ്ങളുടെയും ആധികാരികമായ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഉദര സംബന്ധമായ രോഗമാണ്. മുസ്ലിം സമൂഹത്തിന് ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനേ പാടില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വയറ് സംബന്ധമായ ഒരു രോഗം മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്ന, സ്പഷ്ടമായി കാണിച്ചു തന്ന ഒരു വസന്തം, ഒരു റമളാൻ. ആ റമളാനിന്റെ നോമ്പ് സുന്നത്തായിരിക്കുന്ന നോമ്പുകൾ, അതുപോലെ തന്നെ റമളാൻ അല്ലാത്ത കാലങ്ങളിലും മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ട രീതി, ആ രീതിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ ഉദര സംബന്ധമായ ഒരു പ്രശ്നം മുസ്ലിം സമുദായത്തിന് ഉണ്ടാവാനേ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ മുഖൗഖിസ് രാജാവിന്റെ ഡോക്ടറെ തിരിച്ചയച്ചതിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അതിലുപരി പാഠം ഉൾക്കൊള്ളാനുമുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അമിതാഹാരത്തിന്റെ വിനയെക്കുറിച്ച് BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡോക്ടർ ഹിപ്പോക്രാറ്റിസ് എന്ന് പറയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹം പറയുകയുണ്ടായി, ജനങ്ങൾ വന്യജീവികളെ പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. തന്നിമിത്തം അവർ രോഗബാധിതരായി. അവർക്ക് ഞങ്ങൾ പക്ഷികളുടെ ആഹാരം നൽകി. അത് പരീക്ഷിച്ചപ്പോൾ അവർ ആരോഗ്യ ദൃഢഗാത്രരായി മാറി എന്ന് ഹിപ്പോക്രാറ്റിസ് എന്ന് പറയപ്പെടുന്ന ഡോക്ടർ തന്റെ പ്രസ്താവനയിൽ കാട്ടി. മരുന്നുകളെക്കാൾ പ്രധാനം ഉപവാസമാണെന്ന പ്രശസ്തരുടെ കണ്ടെത്തലിന് ഇന്ന് പ്രശസ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അലക്സ് കംഫർട്ട് എന്ന് പറയപ്പെടുന്ന പണ്ഡിതൻ ഒരു പുതിയ പരീക്ഷണത്തിന് അദ്ദേഹം മുതിരുകയുണ്ടായി. ജീവിതം നീട്ടാനുള്ള പദ്ധതിയായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹം തെരഞ്ഞെടുത്തത് 2 വിഭാഗം എലികളെയാണ്. ഒരു വിഭാഗത്തിന് അദ്ദേഹം 2 ദിവസം ഭക്ഷണം നൽകുക, ഒരു ദിവസം പട്ടിണിക്കിടുക എന്ന രീതിയിലും, മറ്റൊരു വിഭാഗം എലികൾക്ക് എല്ലാ ദിവസവും മാക്സിമം എത്ര രീതിയിൽ സുഭിക്ഷമായി വയറ് നിറയെ ഭക്ഷിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ ആ മറ്റൊരു വിഭാഗം എലികളെയും ഡോക്ടർ കംഫർട്ട് പരീക്ഷണ വിധേയമാക്കുകയുണ്ടായി. അവസാനം കംഫർട്ടിന്റെ പരീക്ഷണം, ഇടവിട്ട് ഭക്ഷണം നൽകിയിരുന്ന എലികൾ അവ ഉപവസിക്കലോടുകൂടെ, അഥവാ ഒരു ദിവസം ഉപവസിക്കലോടുകൂടെ ആ എലികളിൽ ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിച്ചതായും, അദ്ദേഹം എല്ലാ ദിവസവും മാക്സിമം വയറ് നിറയെ ഭക്ഷണം കൊടുത്ത എലികൾ അവരുടെ ആയുസ്സിന്റെ എണ്ണം വളരെ സൃഷ്ടിച്ചതായും ഡോക്ടർ കംഫർട്ടിന്റെ പഠനത്തിൽ തെളിയുകയുണ്ടായി. ഇതൊരു വലിയ പാഠമാണ്. ഇത് മാനവരാശിയുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന ഒരു പരീക്ഷണമാണ്. എന്നാൽ ഈ പരീക്ഷണത്തെ നൂറ്റാണ്ട് 14കൾക്ക് മുമ്പ് അതിജീവിക്കുകയും പരീക്ഷണത്തിലൂടെ വിജയം കണ്ടെത്തുകയും ആ വിജയത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് സുവ്യക്തമാക്കി തരികയും ചെയ്തൊരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ ഇസ്ലാം. അങ്ങനെയുള്ള ഒരു ആരോഗ്യ രീതിയുണ്ടെങ്കിൽ അതാണ് റമളാനിലെ നോമ്പ് എന്ന് പറയപ്പെടുന്ന കർമ്മം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയുണ്ടായി, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം, ഒറ്റ ദിവസം, ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ആത്മീയതയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരാണ് നോമ്പെടുത്തത്, എന്നാൽ അവന് അല്ലാഹു നൽകുന്ന പ്രതിഫലം ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ. അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് 70 ഖരീഫ, എത്ര വിദൂരതയിലാണ്, 70 വർഷക്കാലം ഒരൊട്ടകം ചുമടുമായിട്ട് മരുപ്പറമ്പിലൂടെ അനന്തതയിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ 70 വർഷക്കാലം ഒരൊട്ടകം എത്ര സഞ്ചരിക്കുമോ അത്രയും സഞ്ചാരത്തിന്റെ ദൈർഘ്യം അല്ലാഹു അവനെയും അവന്റെ മുഖത്തെയും നരകത്തെയും തൊട്ട് അല്ലാഹു ദൈർഘ്യം നൽകുന്നതാണ്. അഥവാ അവന് നരകമേ ഇല്ല എന്നാണ് പരിശുദ്ധ റസൂലിന്റെ ഈ വാക്കിന്റെ ധ്വനി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നിശ്ചയം ക്ഷമാശീലരായിരിക്കുന്ന ആരാധന നിർവഹിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തൃപ്തിയടയാൻ മോക്ഷത്തിന് വേണ്ടി കടന്നു വന്ന ആളുകൾ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും, അവർ അവരുടെ കൂലി പൂർണ്ണമായി ലഭിക്കപ്പെടുന്നവരാണ്. ബിഗൈരി ഹിസാബ്, അവരോട് ചോദ്യമില്ല. എന്തിനായിരുന്നു നീ ഇങ്ങനെ നടന്നത് എന്ന ചോദ്യം പോലുമില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി
അവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന വസ്തു എന്താണ് എന്ന് പോലും ഒരു ശരീരത്തിന് പോലും അറിയില്ല. നോമ്പുകാരനുള്ള പ്രതിഫലം അത്രയും വണ്ണമുള്ളതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമ്മെ ത്വര്യപ്പെടുത്തുകയാണ്. ആ ഒരു പാതയിലേക്ക് മുന്നിട്ട് വരാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആത്മീയമായ റമദാനിനെ ഉൾക്കൊള്ളാൻ മുസ്ലിം സമുദായം തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നോമ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ മുമ്പിൽ ഞാനൊരു നോമ്പുകാരനാണ് എന്ന സ്വീകാര്യത ഉറപ്പുവരുത്താനുള്ള കർമ്മമേ അല്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന, ക്ഷമാശീലർ എന്ന് പറയുന്നത് ക്ഷമ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അലതല്ലേണ്ട ഒരു വികാരമാണ്. ആ ക്ഷമയിൽ നിന്നാണ് യഥാർത്ഥ പ്രതിഫലം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിച്ചു പോയ പണ്ഡിതന്മാരുണ്ടല്ലോ. ഈ കേരളക്കരയിൽ പോലും ജീവിതത്തിലൂടെ മഹാത്മ്യം വിളിച്ചണിയിച്ച പണ്ഡിതന്മാർ അനേകമാണ്. ഇന്നലില്ലാഹി ഇബാദം ഫൂതന തല്ലഖൂ ദുനിയാ വഖാഫുൽ ഫിതന നളറൂ ഫീഹാ വലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജാലൂഹാ ലുജ്ജതൻ വത്തഖദൂ സ്വാലിഹൽ അഅ്മാലി ഫീഹാ സുഫുനാ. അല്ലാഹുവിന് ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. എന്താണ് ആ പണ്ഡിതന്മാരുടെ പ്രത്യേകത? ത്വല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. ഭൗതിക ലോകത്തെ അവർ ത്വലാഖ് ചൊല്ലിയിരിക്കുകയാണ്. ഭൗതിക ലോകത്തോട് അവർ എല്ലാം പറഞ്ഞു വിട ചൊല്ലിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദുനിയാവിനെ പറ്റി സൂക്ഷ്മമായ പഠനം നടത്തിയപ്പോ ഈ ഭൗതിക ലോകത്തിന്റെ ആപൽക്കരമായിരിക്കുന്ന വസ്തുതകളെ പറ്റി ജീവിതത്തിന്റെ അച്ചിലിട്ട് വാർത്തെടുത്ത അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെച്ച് ഒരു വലിയ പഠനം നടത്തിയപ്പോ ആ പഠനത്തിന്റെ റിസൾട്ട് അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ക്ഷോഭിക്കുന്ന കടലിലൂടെ അനായാസം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന, അതിശീഘ്രം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന, അതിദ്രുതമായ ഒരു പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് യഥാർത്ഥമായ സൽക്കർമ്മം. അതാണ് യഥാർത്ഥ ആരാധന. ഭൗതികതയുടെ ഈ ദശ്വരതയിലും ഇവിടെയുണ്ടാകുന്ന ചുഴികൾ, ഇവിടെയുണ്ടാകുന്ന അലമാലകൾ, ആ അലമാലകളെയും കടലിന്റെ ചുഴികളെയും വിഘ്നങ്ങളെയും വിഘാതങ്ങളെയും തട്ടിമാറ്റി അതിശീഘ്രം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാണത്തിന്റെ യാനപാത്രം, ഒരു കുതിക്കുന്ന കപ്പൽ, അതാണ് ഭൗതിക ലോകമായിരിക്കുന്ന ഈ തിരമാലകൾക്കിടയിൽ യഥാർത്ഥമായിരിക്കുന്ന ആരാധന, യഥാർത്ഥമായിരിക്കുന്ന സൽക്കർമ്മം എന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗത്തിൽ ജീവിച്ചു പോയ പൂർവ്വസൂരികളെ പറ്റി ഒരു കവി പഠിപ്പിക്കുകയുണ്ടായി. ഇന്നലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, ഇന്നലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ മിനന്നാർ. എല്ലാ നോമ്പ് തുറക്കുന്ന സമയത്തും, എല്ലാ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹുവിന് ഒരുപാട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന അടിമകളുണ്ട്. വദാലിക ഫീ കുല്ലി ലൈല. അത് റമദാനിന്റെ എല്ലാ രാത്രികളിലുമുള്ള സ്പെഷ്യാലിറ്റിയാണ്. അത് റമദാനിന്റെ എല്ലാ രാത്രികളുടെയും പ്രത്യേകതയാണ്. ഓരോ രാത്രികളിലും നരകത്തിലേക്ക് സീറ്റ് കൊടുക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരിൽ നിന്ന് നല്ലൊരു ശതമാനം വിഭാഗത്തെ അള്ളാഹു സ്വർഗത്തിലേക്ക് ഇങ്ങനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാ പറഞ്ഞത്, ഇന്നലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ മിനന്നാർ. അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹരി റമദാന ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനന്നാർ. ജഅൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനന്നാർ. അല്ലാഹുവേ, റമദാനിന്റെ ഓരോ രാത്രങ്ങളിലും തമ്പുരാനെ നരകത്തിന്റെ കത്തിയാളുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പച്ചപ്പരവതാനിയിലേക്ക് ടിക്കറ്റ് ലഭിച്ച ഒരുപാട് അടിമകളുണ്ട് റബ്ബേ നിനക്ക്. അതുകൊണ്ട് തമ്പുരാനെ,
അടിമകളുടെ കൂട്ടത്തിൽ അതിലൊരു മെമ്പർഷിപ്പ് എനിക്കും നൽകണേ തമ്പുരാനെ എന്ന് റമദാൻ വന്നത് മുതൽ റമദാൻ പോകുന്നത് വരെ നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് സൂചിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ പ്രവാചകന്റെ ഈ പ്രഖ്യാപനം കേട്ടപാടെ ഏതോ ഒരു നിധി കിട്ടിയ പോലെ സഹാബാക്കൾ മുഴുവനും വളരെ നല്ലൊരു തയ്യാറെടുപ്പിലൂടെ റമദാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ ജഅൽനാ മിൻ നുതഖായിക വതുലഖായിക വഖുലസായിക വഉമനായിക മിനന്നാർ ജഅൽനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് ജഅൽനാ യാ ഇലാഹനാ മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജഅൽനാ മിനൽ അശ്ഖിയാഇൽ മത്റൂദീൻ. തമ്പുരാനെ, എല്ലാ ആരാധനകളും സ്വീകരിക്കപ്പെട്ട നിന്റെ വിജയശ്രീലാളിതരായി നിന്നിലേക്ക് വിജയത്തിന്റെ വൈജയന്തിയുമേന്തി കടന്നു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒരിടം തരണേ തമ്പുരാനെ. വലാ തജഅൽനാ മിനൽ അശ്ഖിയാഇൽ മത്റൂദീൻ. നിന്റെ പരാജിതരായി കടന്നു പോയ, നീ അവജ്ഞയോടെ നോക്കപ്പെട്ട, അവമതിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല തമ്പുരാനെ എന്ന പ്രാർത്ഥന മറ്റൊരിടത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി. നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ടെന്ന് ഹബീബ് പറയാൻ കാരണം, വാനലോകത്ത് നിന്ന് ഭൂമി മണ്ഡലത്തിലേക്ക് നിരീക്ഷണത്തിന് വേണ്ടി കടന്നു വരുന്ന മാലാഖമാര്, രാത്രിയുടെ ഡ്യൂട്ടി നോക്കാൻ കടന്നു വരുന്ന മാലാഖമാര്, അവർ വാനലോകത്ത് നിന്ന് കടന്നു വരുന്ന സമയമാണ്. പകലിലെ എല്ലാ ആരാധനകളെയും നിരീക്ഷണം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് ഈ ആരാധനകളെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ വാനലോകത്തിലേക്ക് ഉയർന്നു പോകുന്ന മാലാഖമാര് അവർ ഭൂമിയിൽ നിന്ന് പോകുന്ന സമയമാണ്. ഈ രണ്ട് സന്ദർഭങ്ങളും സംഗമിക്കുന്ന മുഹൂർത്തം അത് നോമ്പുതുറയുടെ സമയമാണ്, അത് മഗ്രിബിന്റെ സമയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് പറഞ്ഞത്, ലിസ്വാഇമി ഇൻദ ഇഫ്താരിഹി ദഅവത്തും മുസ്തജാബ. നോമ്പുകാരന് അവനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. നോമ്പുകാര, നിനക്ക് നിന്റെ നോമ്പുതുറയുടെ സന്ദർഭത്തിലാണ് ഈ അനുഭവം. പൊട്ടിത്തകർന്ന ഹൃദയതന്ത്രികളെ വിളക്കി ചേർക്കുന്ന പ്രാർത്ഥന, കട്ടപിടിച്ച മേഘങ്ങളെ പോലെ ദുഃഖങ്ങൾ ഘനീഭവിച്ച മനസ്സിലേക്ക് സ്നേഹസമ്പന്നതയുടെ തുഷാര ബിന്ദുക്കളെ നീർക്കണമായി സമ്മാനമായി ചൊരിയുന്ന പ്രാർത്ഥന. ഒരേ നാഥന്റെ മുമ്പിലേക്ക് ഒരേ മനസ്സോടുകൂടെ 1000 മനുഷ്യന്മാരുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് 1000 ശബ്ദങ്ങളോടെ കണ്ടമിടറിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് റസൂല് നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാൻ, അവന്റെ കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ കൈയിനെ ഇങ്ങനെ പരത്തി പിടിച്ചിരിക്കുകയാണ് എന്നും മറ്റൊരിടത്ത് അള്ളാന്റെ റസൂല് പറയുകയുണ്ടായി. ഒരു ദിവസം ഭൂമിയിൽ വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു അടിമ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണുകയുണ്ടായി. ജിബ്രീൽ അള്ളാഹുവിന്റെ അടുക്കൽ പോയി പറഞ്ഞു, തമ്പുരാനെ, നിന്റെ അടിമ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ട് അവന്റെ ദുആക്ക് ഉത്തരം നൽകിക്കൂടെ തമ്പുരാനെ? അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞു, ഞാൻ അവന് മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ജിബ്രീൽ. പക്ഷേ അവൻ കരഞ്ഞ് അവന്റെ ഹനീൻ, അവന്റെ തേങ്ങൽ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അവന്റെ തേങ്ങൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും ജിബ്രീൽ എന്ന് അള്ളാഹു ജിബ്രീലിനോട് മറുപടി പറയുകയാണ്. നോമ്പുകാരാം, നിനക്ക് സന്തോഷിക്കാൻ എത്ര നന്മകൾ! നിന്റെ മൗനം ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയുടെ തസ്ബീഹിന് തുല്യമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഉറക്കം ഏകനായ അള്ളാഹുവിന് വഴിപ്പെടുന്ന അടിമയുടെ ആരാധനക്ക് തുല്യമാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നിന്റെ പ്രാർത്ഥന യുദ്ധകളത്തിലും രോഗത്തിലും ശൈശവത്തിലും വാർദ്ധക്യത്തിലുമുള്ള മനുഷ്യന്റെ പ്രാർത്ഥന പോലെ പ്രത്യുത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരാ,
അവസാനമായി നിനക്ക് സന്തോഷിക്കാൻ മറ്റൊരു അനുഭവം കൂടി, മറ്റൊരു സന്ദർഭം കൂടി. നിന്റെ ആരാധനകൾ ജോലി സ്ഥലങ്ങളിൽ പ്രത്യേക സീസണുകളിൽ വേതനം ഇരട്ടിയായി നൽകപ്പെടുന്ന ഉദ്യോഗസ്ഥനെ പോലെ, അല്ലെങ്കിൽ അവനേക്കാൾ ഉപരി റമളാൻ എന്ന് പറയപ്പെടുന്ന ആരാധനയുടെ വസന്തം കടന്നു വരുമ്പോ നിന്റെ ആരാധനകൾ ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുന്ന ആരാധന കൂടിയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. സുംതു സ്വാഇമി തസ്ബീഹ് വനൗമുഹു ഇബാദ വദുആഉഹു മുസ്തജാബ് വഅമലുഹു മുളാഅഫ്. സുംതു സ്വാഇമി തസ്ബീഹ്, നോമ്പുകാരന്റെ മൗനം അത് പക്ഷിയുടെ തസ്ബീഹിന് തുല്യമാണ്. വനൗമുഹു ഇബാദ, നോമ്പുകാരൻ നോമ്പ് നോറ്റ ക്ഷീണം കാരണത്താൽ ഉറങ്ങുകയാണെങ്കിൽ അവന്റെ ഉറക്ക് ആരാധനയാണ്. വനൗമുഹു ഇബാദ വദുആഉഹു മുസ്തജാബ്, ആ നോമ്പുകാരന്റെ പ്രാർത്ഥനയാണെങ്കിൽ പ്രത്യുത്തരം ലഭിക്കുന്ന, മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. വഅമലുഹു മുളാഅഫ്, നോമ്പുകാരന്റെ ആരാധന കൂലി പ്രതിഫലം ഇരട്ടിപ്പിക്കപ്പെടുന്ന ആരാധനയാണ്. അത് ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുന്ന ആരാധനയാണ്. അതുകൊണ്ട് നോമ്പുകാരന്റെ ആരാധനക്ക് പോലും 10 മടങ്ങ് പ്രതിഫലമാണ്. റമളാനിന്റെ 30 ദിവസങ്ങൾ, റമളാൻ എന്ന് പറയപ്പെടുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിശുദ്ധമായിരിക്കുന്ന വസന്തോത്സവം, ആ വസന്തത്തിന്റെ ഓരോ ദിനരാത്രങ്ങളിലും പ്രത്യേകം ചൊല്ലൽ സുന്നത്തായിട്ടുള്ള ദിക്റുകളുണ്ട്. അള്ളാഹുവിനോട് പ്രത്യേകം ചോദിച്ചു വാങ്ങാനുള്ള പ്രാർത്ഥനയുണ്ട്. നോമ്പിന്റെ 1-ാമത്തെ ദിവസം, നോമ്പിന്റെ 2-ാമത്തെ ദിവസം, അങ്ങനെ ഓരോ ദിവസങ്ങളിലും 30 ദിവസക്കണക്കിനുള്ള പ്രത്യേക പ്രാർത്ഥനകൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുകയാണ്. നോമ്പിന്റെ 1-ാമത്തെ ദിവസം, 1-ാമത്തെ 10 മുഴുവൻ റഹ്മത്തിന്റെ 10ആണ്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, കാരുണ്യത്തിന്റെ കടലായ തമ്പുരാനെ നിന്റെ കാരുണ്യം എനിക്ക് ഈ കാരുണ്യത്തിന്റെ 10ആയ ഈ 10ൽ തന്നെ നൽകണേ തമ്പുരാനെ എന്ന് 1-ാമത്തെ 10ൽ ചോദിക്കുന്നതിലുപരി 2-ാമത്തെ 10ൽ ഇസ്തിഗ്ഫാറിന്റെ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ ദോഷത്തിന്റെ കൂമ്പാരങ്ങൾ പാപക്കറ പുരണ്ട് പങ്കിലമായി പോയ എന്റെ മനസ്സിനെയും എന്റെ ഹൃദയത്തെയും എന്റെ മസ്തിഷ്കത്തെയും സ്ഫുടഭാഗം ചെയ്തെടുത്ത് സ്ഫടിക സമാനമാക്കണേ തമ്പുരാനെ എന്ന് പറയുന്ന പ്രാർത്ഥന അവസാനത്തെ 10. അത് അവസാനത്തെ 10ആയി കഴിഞ്ഞാലാണ് ഇദാ ദഖലൽ അശ്ർ ഐഖല അഹ്ലഹു വശദ്ദ മിസ്റ, അവസാനത്തെ 10 കടന്നു വന്നാൽ പരിശുദ്ധ പ്രവാചകൻ തന്റെ അരയുടുപ്പ് മുറുക്കി കെട്ടുകയാണ്, ആരാധനയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. അവിടെയാണ് ചോദിക്കേണ്ടത്, അല്ലാഹുവേ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ തമ്പുരാനെ. വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം എനിക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, ഒരു അടിമ മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, ഈ മാപ്പ് ചോദിക്കുന്ന സാധുവായ അടിമയെ കൊണ്ട് മാപ്പ് തരണേ തമ്പുരാനെ എന്ന് പറയുന്ന അവസാനത്തെ 10ലെ പ്രാർത്ഥന. എന്നാൽ ഈ 10കൾക്ക് പൊതുവെയുള്ള പ്രാർത്ഥനയ്ക്ക് പുറമെ ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. റമളാനിന്റെ 1-ാമത്തെ ദിവസം കടന്നു വന്നാൽ അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമസ് സായിമീൻ വഖിയാമി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹ്നി അൻ നൗമത്തിൽ ഗാഫിലീന യാ റബ്ബൽ ആലമീൻ. തമ്പുരാനെ യഥാർത്ഥ നോമ്പുകാരന്റെ നോമ്പാക്കി എന്റെ നോമ്പിനെ മാറ്റണേ തമ്പുരാനെ. യഥാർത്ഥ നിസ്കാരക്കാരന്റെ നിസ്കാരമാക്കി എന്റെ നിസ്കാരം എന്ന പ്രാർത്ഥനയെ മാറ്റണേ തമ്പുരാനെ. 2-ാമത്തെ ദിവസം പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്. അല്ലാഹുമ്മ ഖർരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സഖതിക വനിഖ്മതിക
برحمتك ووفقني لقراءة آياتك يا رب العالمين. അല്ലാഹുവേ നിന്റെ തൃപ്തിയിലേക്ക് എന്നെ അടുപ്പിക്കണേ തമ്പുരാനെ. നിന്റെ ദേശങ്ങളിൽ നിന്ന് എന്നെ വിദൂരത്താക്കണേ തമ്പുരാനെ. നിന്റെ ആയത്തുകൾ, നിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സൂക്തങ്ങളെ ഉരുവിടാൻ എന്റെ നാവിന് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. മൂന്നാമത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥന സുന്നത്താണ്. അല്ലാഹുമ്മ ർസുഖ്നി ഫീഹി الذهن والتنبيه وابعدني من السفاهة والتقويه واجعل لي نصيبا من كل خير ينزل فيه بجودك يا رب العالمين. അല്ലാഹുവേ, സുഹൃതം പെയ്തുകൊണ്ടുള്ള ഈ വിശുദ്ധമായിരിക്കുന്ന മാസത്തിൽ സർവ്വ സുഹൃതങ്ങളും എനിക്ക് നൽകണേ തമ്പുരാനെ. എനിക്ക് ഫഹ്മ് നൽകണേ തമ്പുരാനെ, ബുദ്ധി നൽകണേ തമ്പുരാനെ, സ്ഥിരത നൽകണേ റഹ്മാനെ. ആരാധനക്കുള്ള സൗഭാഗ്യ സന്നിപാതം പ്രദാനം ചെയ്യണേ റഹ്മാനെ. നാലാമത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഖവ്വിനി ഫീഹി ലിഇഖാമതി അംരിക വർസുഖ്നി ഫീഹി ഹലാവത ദിക്രിക വഔസിഅനി ഫീഹി ലിഅദാഇ ശുക്രിക ബികറമിക യാ ഖൈറൻ നാസിരീൻ. അല്ലാഹുവേ, നിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. നിന്റെ ദിക്റിന്റെ മാധുര്യം എന്റെ കൽബിലേക്ക് നിറക്കണേ തമ്പുരാനെ. നിനക്ക് ശുക്ർ ചെയ്യാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണേ തമ്പുരാനെ. റമളാനിന്റെ 5-ാമത്തെ ദിവസം അടിമ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅൽനി ഫീഹി മിനൽ മുസ്തഗ്ഫിരീൻ വജഅൽനി ഫീഹി മിൻ ഇബാദിക സ്വാലിഹീനൽ ഖാനിതീൻ വജഅൽനി മിൻ ഔലിയായിക്കൽ മുത്തഖീൻ. അല്ലാഹുവേ, പാപം ചെയ്തവനാണ് തമ്പുരാനെ. എന്നാൽ പാപം ചെയ്തിട്ടും പാപമോചനം നടത്താത്തവരുണ്ട് റബ്ബേ. പാപമോചനം നടത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അതുപോലെ തന്നെ നിന്നിലേക്ക് ഭയപ്പെട്ടുകൊണ്ട് മടങ്ങി വരുന്ന നിന്റെ അടിമകളുടെ ഗണത്തിൽ എനിക്കും ഒരു സീറ്റ് നൽകണേ തമ്പുരാനെ എന്ന് അടിമ 5-ാമത്തെ ദിവസം പ്രാർത്ഥിക്കണം. 6-ാമത്തെ ദിവസം ഉരുവിടണം. അല്ലാഹുമ്മ തദ്രിബ്നി ഫീഹി ബിസാത നിഖ്മതിക വസ്സഹ്നി വസ്സഹ്സിഹ്നി ഫീഹി മിൻ മുജിബാതി റസഖതിക ബിമന്നിക യാ മുൻതഹാ റഗ്ബതർ റാഗിബീൻ. അല്ലാഹുവേ തമ്പുരാനെ, നിന്റെ കുറ്റം, നിന്റെ ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ തമ്പുരാനെ. നിന്റെ ദേശത്തിലേക്ക് അടുത്തു പോകുന്നതിന് പകരം നിന്റെ തൃപ്തിയിലേക്ക് അടുത്തു പോകാനുള്ള തൗഫീക്ക് എനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. 7-ാമത്തെ ദിവസം പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ്, പുണ്യമാണ്. അല്ലാഹുമ്മ അഇന്നി അലാ സിയാമിഹി വഖിയാമിഹി വജന്നിബ്നി ഫീഹി മിൻ ഹഫവാതിഹി വആസാമിഹി ബിത്തൗഫീഖിക യാ ഹാദിയൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ വഴികാട്ടിയായ വിശ്വാസ വൃന്ദത്തെ സന്മാർഗത്തിലേക്ക് ദിശാബോധം നടത്തുന്ന തമ്പുരാനെ, യഥാർത്ഥമായ ഒരു പ്രധാനുഷ്ഠാനം നിർവഹിക്കാൻ ഈ റമളാനിന്റെ രാപ്പകലുകളിൽ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ആരാധനയും അതുപോലെ തിലാവത്തുൽ ഖുർആനും വ്രതവും മറ്റു ആത്മീയ കർമ്മങ്ങളിൽ മുഴുകാൻ ഈ റമളാനിന്റെ രാപ്പകലുകളിൽ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. 8-ാം ദിവസം ചെല്ലലും പ്രാർത്ഥിക്കലും പ്രത്യേകം പുണ്യമാണ്. എന്തെന്നാൽ അല്ലാഹുമ്മ ർസുഖ്നി ഫീഹി സുഹ്ബത്തൽ കിറാം വജുനുബ്നി മുഹാദഫത്തൽ ഇഖ്വാനിൽ ലിആം ബിത്തൗലിക യാ മൽജഅൽ ആമിലീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, മാന്യന്മാരോടുള്ള സഹവാസം ഈ റമളാനിൽ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അമാന്യരുമായി കൂട്ടുകൂടാനുള്ള തൗഫീക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചുറ്റുപാട് എനിക്ക് നൽകല്ല തമ്പുരാനെ. 9-ാമത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കൽ പുണ്യമാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഫീഹി മിൻ റഹ്മതികൽ വാസിഅ വഹ്ദിനി ഫീഹി ലിബറാഹീനിക സ്വാതിഅ ഖുദ് ബിനാസിയതി ഇലാ മർളാതികൽ ജാമിഅ ബിമഹബ്ബതിക യാ അമലൽ മുസ്താഖീൻ. അല്ലാഹുവേ, നിന്നിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ, സ്നേഹസമ്പന്നതയോടുകൂടെ നിന്നിലേക്ക് കടന്നു വരുന്ന അടിമകളെ വെറുതെയാക്കല്ല തമ്പുരാനെ. നിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട്
നിന്റെ ഏറ്റവും വലിയ തെളിവുകൾ കൊണ്ട് അല്ലാഹുവേ എന്റെ പിരടിയെ നീ സന്മാർഗത്തിലേക്ക് പിടിക്കണേ തമ്പുരാനെ, നിന്റെ തൃപ്തിയിലേക്ക് പിടിക്കണേ തമ്പുരാനെ, നിന്റെ കോപം സമ്പാദിപ്പിക്കാനുള്ള ചുറ്റുപാട് നൽകല്ല തമ്പുരാനെ. റമളാനിന്റെ 10ാമത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കൽ പുണ്യമാണ്. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുതവക്കിലീന അലൈക വജഅൽനി മിനൽ ഫായിസീന ലദൈക വജഅൽനി മിനൽ മുഖറബീന ഇലൈക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ തമ്പുരാനെ, നിന്റെ മേൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, നിന്റെ അടുക്കൽ വിജയശ്രീലാളിതനാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് വന്ന അടിമയാക്കി എന്നെ മാറ്റണേ തമ്പുരാനെ. 11ാമത്തെ ദിവസം, റമളാനിന്റെ 11ാമത്തെ ദിവസം ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യ ഫീഹിൽ ഇഹ്സാൻ വകർരിഹ് ഇലയ്യ ഫീഹിൽ അസ്യാൻ വഹർരിം ഫീഹി നഫ്സി അല സുഖ്തി വന്നീറാൻ ബിഗൗസിക യാ ഗൗസൽ മുസ്തഗീസീൻ. സഹായം ചോദിക്കുന്നവരുടെ സഹായമായ, കൈവല്യം തേടുന്നവരുടെ കൈവല്യമായ, കടാക്ഷം അന്വേഷിക്കുന്നവരുടെ കടാക്ഷമായ, മോക്ഷത്തെ തേടുന്നവരുടെ മോക്ഷമായ തമ്പുരാനെ, നിന്റെ ഇഹ്സാൻ ഞങ്ങളിലേക്ക് നൽകണേ തമ്പുരാനെ. നിന്റെ സുഖത്തിൽ നിന്ന്, ദേശത്തിൽ നിന്ന് എന്നെ വിദൂരത്താക്കി തരണേ തമ്പുരാനെ. റമളാനിന്റെ 12ാമത്തെ ദിവസം ചൊല്ലൽ പുണ്യമാണ്. അല്ലാഹുമ്മ സയ്യിന്നി ഫീഹി ബിസ്സിത്രി വൽ അഫാഫ് വസ്തുർനി ഫീഹി ബിലിവാസിൽ ഖുനൂഇ വൽ കഫാഫ് വഹല്ലിനി ഫീഹി ബിഹുല്ലത്തിൽ ഫദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹുവേ, നന്മയുടെയും ശ്രേഷ്ഠതയുടെയും പവിത്രതയാൽ പാരമ്യതയുടയതുമായ ആരാധനയെ കൊണ്ട് എന്നെ ആഭരണമണിക്കണേ തമ്പുരാനെ. നിന്റെ ഇഫ്ഫത്ത് എനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ഖനാഅത്തിന്റെ സ്വഭാവം അതെനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റമളാനിന്റെ 13ാമത്തെ ദിവസം പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ്. ഈ പ്രാർത്ഥന നിർവഹിക്കൽ പ്രത്യേകം പുണ്യമർഹിക്കുന്നതാണ്. അല്ലാഹുമ്മ തഹ്ഹിർനി ഫീഹി മിനദ് ദനസി വൽ അഖ്ദാർ വസയ്യിർനി അലൽ കായിനാത്തിൽ അഖ്ദാർ വവഫിഖ്നി ഫീഹി ലിത്തുഖാ വസ്ഹബിഹിൽ അബ്റാർ ബിഖുവതിക യാ ഖുവതൽ മസാകീൻ. പാവപ്പെട്ടവരുടെ ശക്തിയായിരിക്കുന്ന തമ്പുരാനെ, ശക്തി പോലും ചോർന്നുപോയി, എല്ലാം നശിച്ചുപോയി, ആലംബഹീനരായി പോയ ആളുകളുടെയും കടാക്ഷമായ തമ്പുരാനെ, അല്ലാഹുവേ, മ്ലേച്ഛങ്ങളായ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ സംശുദ്ധമാക്കണേ. 14ാമത്തെ ദിവസം നോമ്പുകാരൻ പ്രത്യേകം പ്രാർത്ഥന നടത്തൽ സുന്നത്താണ്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ഫീഹി ബിൽ അസറാത്ത് വഖിൽനി ഫീഹിൽ ഖതായാ വൽ ഹഫവാത്ത് ولا تجعلني أرضا للبلايا والآفات بعزتك يا أرحم الراحمين. തമ്പുരാനെ, ആപത്തുകൾക്കുള്ള, ആപൽക്കരമായിരിക്കുന്ന അപകടങ്ങൾക്കുള്ള നാട്ടക്കുറിയായി എന്നെ മാറ്റല്ല തമ്പുരാനെ. മാത്രമല്ല, ദുനിയാവിൽ ചെയ്തു പോയ ഏതെങ്കിലും വഴികേടുകളിൽ നിന്ന് എന്നെ സ്ഫുടം ചെയ്തെടുക്കണേ തമ്പുരാനെ. എൻ്റെ ദോഷങ്ങളെ കുറക്കണേ തമ്പുരാനെ എന്ന് പറയുന്ന പ്രാർത്ഥന 15ാമത്തെ ദിവസം പ്രാർത്ഥന നടത്തൽ പ്രത്യേകം പുണ്യമാണ്. അല്ലാഹുമ്മ അർസുഖ്നി ഫീഹി ത്വാഅത്തൽ ഖാദിഈൻ വഅംലി ഫീഹി ഖൽബി ഖുശൂഅൽ ഖാശിഈൻ വഅശ്ഇർ ഫീഹി സ്വദ്രി ലിഅനാബത്തിൽ മുഖ്ബിതീൻ. അല്ലാഹുവേ, ഭയഭക്തിയുള്ളവരുടെ യഥാർത്ഥ ഭയഭക്തി എൻ്റെ ഹൃദയത്തിന് ദാനം ചെയ്യണേ തമ്പുരാനെ. പേടിയുള്ളവരുടെ യഥാർത്ഥമായ പേടി എൻ്റെ മനസ്സിലേക്ക് ഇട്ട് തരണേ തമ്പുരാനെ. അങ്ങനെ ആത്മീയമായി നിർവൃതി അടഞ്ഞുകൊണ്ട് നിന്നിലേക്ക് അണയാനുള്ള സൗഭാഗ്യം എനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. 16ാമത്തെ ദിവസം, റമളാനിന്റെ ദിവസം എത്രയും പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അല്ലാഹുമ്മ വഫിഖ്നി ഫീഹി ബിഅമലിൽ അബ്റാർ വജന്നിബ്നി മുവാഫഖതൽ അശ്റാർ വആവിനി ഇലാ റഹ്മതിക ഫീ ദാരിൽ ഖറാർ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നിന്റെ നല്ല സച്ചരിതരായ അടിമകളോട് കൂടെ ഒരു കൂട്ടുബന്ധം എനിക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നിന്റെ മോശപ്പെട്ട അടിമകളോടുള്ള വിരക്തി എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും ദാനമായി നൽകണേ തമ്പുരാനെ.
മാത്രമല്ല നിന്റെ ശാശ്വതമായിരിക്കുന്ന പരലോകത്തെ സ്വർഗീയമായ ലോകത്ത് എനിക്കൊരിടം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമളാനിന്റെ 17ാമത്തെ ദിവസം പ്രാർത്ഥന പുണ്യമാണ്. എന്തെന്നാൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീഹി ലിസ്വാലിഹിൽ അഅമാൽ വഖ്ലി ഫീഹി ലിഹവായിജിൽ വൽ ആമാൽ യാ മൻ ലാ യഹ്താജു ഇലൽ ബയാനി വത്തഫ്സീലി വസ്സുആൽ യാ ആലിമൻ ബിമാ ഫീ സുദൂരിൽ ആലമീൻ. ലോകരായിരിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കുടിയിരുത്തിയതായ രഹസ്യത്തെ പോലും അറിയുന്ന വ്യക്തമായി പകൽ വെളിച്ചം പോലെ സുതരാം സുവ്യക്തമായി മനസ്സിലാകുന്ന തമ്പുരാനെ, എൻ്റെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും കണ്ടറിയുന്ന തമ്പുരാനെ, ആ ആവശ്യങ്ങളെ നിർവൃതിയാക്കി തരണേ തമ്പുരാനെ. സൽപ്രവർത്തനങ്ങൾക്കുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ നിന്നിലേക്കൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, എല്ലാം വിശദമായി അറിയുന്ന തമ്പുരാനെ, അവയെ നിറവേറ്റി തരണേ റഹ്മാനെ എന്ന പ്രാർത്ഥന റമളാനിന്റെ 18ാമത്തെ ദിവസം പ്രത്യേകം ചൊല്ലൽ പുണ്യമാണ്. അല്ലാഹുമ്മ നബ്ബിഹ്നി ഫീഹി ലിബറകാതി അസ്ഹാരിഹി വനവ്വിർ ഖൽബി ബിളിയായി അൻവാരിഹി വഖുദ് ബികുല്ലി അഅളാഇ ഇല ഇത്തിബാഇ ആഥാരിഹി ബിനൂരിക യാ നൂറ ഖുലൂബൽ ആരിഫീൻ. നിന്റെ യഥാർത്ഥമായ അറിവിനെ സ്വായത്തമാക്കിയവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പ്രകാശം അത് നീ തന്നെയാണ് തമ്പുരാനെ. ആ പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്കും നൽകണേ തമ്പുരാനെ. ആ റമളാനിന്റെ രാവുകളിൽ ഉറക്കൊഴിച്ച് പ്രാർത്ഥന നടത്താനും അതുപോലെ തന്നെ എൻ്റെ ഖൽബിനെ ആ പ്രാർത്ഥനയിലൂടെ ശുദ്ധമാക്കാനും പ്രകാശപൂരിതമാക്കാനുമുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റമളാനിന്റെ 19ാമത്തെ ദിവസത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ വഫിർ ഹല്ലി മിൻ ബറകാതിഹി വസഹ്ഹിൽ സബീലി ഇലാ ഖൈറാതിഹി വലാ തഹരിംനി ഖലീലൻ മിൻ ഹസനാതിഹി. അല്ലാഹുവേ, ആ റമളാനിന്റെ നന്മയിൽ നിന്ന് ഒരണു പോലും എനിക്ക് നഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ. അതിന്റെ ബറകാത്തുകളെ പൂർണ്ണമായി എൻ്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റമളാനിന്റെ 20ാമത്തെ ദിവസം ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബൽ ജിനാൻ വഅഗ്ലിഖ് അലയ്യ അബ്വാബൻ നീറാൻ വവഫിഖ്നി ഫീഹി ലിതിലാവത്തിൽ ഖുർആൻ യാ മുൻസിലസ് സകീനതി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ശാന്തമായൊരവസ്ഥയെ ഇറക്കിത്തന്ന തമ്പുരാൻ, വിശുദ്ധ ഖുർആനിനെ ഞങ്ങളിലേക്ക് അവതരിപ്പിച്ച തമ്പുരാൻ, സ്വർഗത്തിലേക്കുള്ള പ്രവേശം നൽകണേ റഹ്മാനെ. നരകത്തിൽ നിന്നുള്ള മോചനം കനിഞ്ഞരുളണേ തമ്പുരാനെ. 21ാമത്തെ ദിവസം ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ജഅൽനി ഇലാ മർളാതിക ദലീല വലാ തജഅൽ അലയ്യ ലിശ്ശൈത്വാനി സബീല വജഅലിൽ ജന്നത ലി മൻസിലൻ വമഖീല. അല്ലാഹുവേ, സ്വർഗത്തെ ഞങ്ങൾക്കൊരു ശാശ്വതമായ ഇടമാക്കി തരണേ തമ്പുരാനെ. ശാചിനി ഞങ്ങളെ വഴികേടിലാക്കാനുള്ള വഴി തെളിച്ചു കൊടുക്കല്ല തമ്പുരാനെ. 22ാമത്തെ ദിവസത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ അഫ്തഹ് അലയ്യ അബ്വാബ ഫളലിക വഅൻസിൽ അലയ്യ ഫീഹി മിൻ ബറകാതിക വവഫിഖ്നി ലിമുജിബാതി മർളാതിക വസ്കിന്നി ഫീഹി ബിബറകതിഹി മഹ്ബൂബാതി ജന്നാതിക യാ മുജീബ ദഅവതൽ മുദ്ദരീൻ. പ്രയാസപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുന്ന നാഥ, നിന്റെ ശ്രേഷ്ഠതയുടെ നിന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തമ്പുരാനെ. നിന്റെ ബർക്കത്തുകൾ പൂർണ്ണമാക്കി തരണേ തമ്പുരാനെ. മാത്രമല്ല, ആ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ സ്വർഗീയ ലോകത്ത് ഇടം നൽകണേ തമ്പുരാനെ. 23ാമത്തെ ദിവസത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്സിൽനി ഫീഹി മിനൽ ദുനൂബ് വതഹ്ഹിർനി ഫീഹി മിനൽ ഉയൂബ് വംതഹിൻ ഫീഹി ഖൽബി ലിതഖ്വൽ ഖുലൂബി യാ മുഖീല അഖറാത്തിൽ മുദ്നിബീൻ. ദോഷം ചെയ്തവരുടെ, തെറ്റ് ചെയ്തവരുടെ, പാപപങ്കിലമായ ഹൃദയം പേരിയവരുടെ മനസ്സിനെ കഴുകി വെളുപ്പിച്ച തമ്പുരാൻ, ആ തമ്പുരാനെ നിന്നോടാണ് പറയുന്നത്. എൻ്റെ ദോഷങ്ങളെ കഴുകിത്തരണേ തമ്പുരാനെ. എൻ്റെ ഹൃദയത്തെ സ്ഫടിക സമാനമാക്കണേ തമ്പുരാനെ. 24ാമത്തെ ദിവസത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീഹി മാ യുർദീക വഅഊദു ബിക മിമ്മാ യുദീക ബിഅൻ ഉഅതീക വലാ അസിയക യാ ആലിമൻ ബിഅഹ്വാലിസ് സായിലീൻ. ചോദിക്കുന്നവരുടെ അവസ്ഥ അറിയുന്ന തമ്പുരാൻ, ചോദിക്കുന്നവരുടെ മനസ്സിനെ അറിയുന്ന തമ്പുരാൻ, ചോദ്യത്തിന്റെ കനമറിയുന്ന തമ്പുരാൻ. തമ്പുരാനെ, നിന്നോടാണ് എൻ്റെ ചോദ്യം.
നിനക്ക് എതിരാകുന്നവർ ഒരുവനില്ല തമ്പുരാനെ, എല്ലാം നിനക്കനുസരിക്കുന്നവരാണ് റബ്ബേ. വ്യക്തമായ അനുസരണയിലൂടെ നിന്നിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. 25-ാമത്തെ ദിവസത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന, اللهم اجعلني محبا لأوليائك ومعاديا لأعدائك ومتمسكا لسنة خاتم أنبيائك يا اسمة قلوب النبيين. പ്രവാചകന്മാരുടെ മനസ്സിനെ പാപമുക്തമാക്കിയ തമ്പുരാനെ, നിന്നോടാണ് ചോദിക്കുന്നത് റബ്ബേ. നിന്റെ അവസാനത്തെ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അവിടത്തെ ചര്യയിലൂടെ നീങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നിന്നോടടുത്തവരോട് അടുത്തവനായി എന്നെ മാറ്റണേ തമ്പുരാനെ. 26-ാമത്തെ ദിവസം ചൊല്ലേണ്ട പ്രാർത്ഥന, اللهم اجعل ذنبي مغفورا وعيني مستورا يا سامع أصوات المستهلين. അവസാനമായി ഭയന്ന് കേണ് പ്രാർത്ഥിക്കുന്നവരുടെ ദുഃഖമറിയുന്ന തമ്പുരാനെ, എന്റെ കൽബിനെ യഥാർത്ഥ കൽബാക്കി മാറ്റണേ റഹ്മാനെ. എന്റെ കണ്ണിനെ ശുദ്ധമായ കണ്ണാക്കി മാറ്റണേ തമ്പുരാനെ. എന്റെ ദോഷത്തെ പൊറുക്കപ്പെട്ട ദോഷമാക്കി മാറ്റണേ റഹ്മാനെ. 27-ാമത്തെ ദിവസം ചൊല്ലൽ പ്രത്യേകം പുണ്യമാണ്. اللهم وفر حظي فيه من النوافل وأكرمني بإنجاح الحوائج والمسائل وقرب وسيلتي إليك من بين الوسائل يا من لا يبرمه إلحاح الملحين. തമ്പുരാനെ, നിന്നിലേക്ക് കേണ് അവസാനം എല്ലാം അടിയറവ് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം നൽകുന്ന തമ്പുരാനെ, എനിക്കുള്ള ദാനം എനിക്ക് നിന്റെ ഓഹരി, ആ ഓഹരിയെ പൂർത്തിയാക്കി തന്നെ നൽകണേ തമ്പുരാനെ. മാത്രമല്ല തമ്പുരാനെ, നിന്നെ എന്റെ ആവശ്യങ്ങളെ നിർവൃതിയാക്കി തന്ന് അതിനെ സഫലീകൃതമാക്കി തന്ന് അവസാനം നിന്നിലേക്ക് സൗഭാഗ്യത്തോടുകൂടെ മടങ്ങാനുള്ള തൗഫീഖ് എനിക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. 28-ാമത്തെ ദിവസത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന, اللهم أغثني فيه بالرحمة وارزقني فيه التوفيق والعصمة وطهر قلبي من عيابات الرحمة يا رحيم العباد المؤمنين. വിശ്വാസികളായ അടിമകളോട് കാരുണ്യം ദാനമായി കൊടുക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാനെ, നിന്നോടാണ് എൻ്റെ വിളിയാളം. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ സഹായിക്കണേ തമ്പുരാനെ. നിന്റെ തൗഫീഖ് കൊണ്ട് പാപത്തിൽ നിന്ന് മോചനം നൽകണേ തമ്പുരാനെ. 29-ാമത്തെ ദിവസത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കൽ സുന്നത്താണ് റമളാനിന്റെ രാവിലും പകലിലും. اللهم ارزقني فيه ليلة القدر وصيرني كل أموري من العسر إلى اليسر وقبل معاذيري وحط عني الوزر يا رؤوف العباد. അടിമകളോട് മൃദുലമായ സമീപനം സ്വീകരിക്കുന്ന, അടിമകളുടെ പ്രവർത്തനത്തെ ലാളിത്യത്തോടെ വീക്ഷിക്കുന്ന തമ്പുരാനെ, നിന്നോടാണ് എൻ്റെ പ്രാർത്ഥന. ലൈലത്തുൽ ഖദ്ർ നേടിയവരിൽ ഉൾപ്പെടുത്ത തമ്പുരാനെ, എല്ലാ കാര്യങ്ങളെയും പ്രയാസങ്ങളിൽ നിന്ന് എളുപ്പത്തിലേക്കാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. അവസാന ദിവസം റമളാനിന്റെ 30-ാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഏതാണെന്നറിയുമോ? اللهم اجعل صيامي بالشكر والقبول على ما ترضاه ويرضاه الرسول بحكمه وفروعه بالوصول بحق محمد وآله الطيبين الطاهرين الذين قضوا بالحق وبه يعدلون برحمتك يا أرحم الراحمين. അല്ലാഹുവേ, നന്ദിയോട് കൂടെയുള്ളൊരു വ്രതാനുഷ്ഠാനമായി എൻ്റെ വ്രതാനുഷ്ഠാനത്തെ മാറ്റിത്തരണേ തമ്പുരാനെ. നീ തൃപ്തിപ്പെടുന്ന നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൃപ്തിപ്പെടുന്ന ഒരു വ്രതാനുഷ്ഠാനമായി, ഖബൂൽ ചെയ്ത നോമ്പായി, തൃപ്തിപ്പെട്ട നോമ്പായി അവസാനം ആ നോമ്പ് തന്നെ മഹ്ശറ വൻസബയിൽ
ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ശഫാഅത്തുകാരനായി എന്നെ മാന്യമായ രീതിയിൽ സൽക്കരിച്ചവനാണ് എന്ന് പറയുന്നവനായി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനായി അത്തരത്തിലുള്ളൊരു നോമ്പിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആ തരത്തിലുള്ള ആ സ്വഭാവഗതിയിലുള്ള ഒരു പ്രധാനുഷ്ഠാനമായി എൻ്റെ വ്രതത്തെ നീ മാറ്റിത്തരണേ തമ്പുരാനെ എന്ന് അവസാന ദിവസത്തെ പ്രാർത്ഥന കൂടി നിർവഹിക്കുന്നതോടുകൂടെ അവസാനം റമദാനിന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മതി വർ-റിളവാൻ, അസ്സലാമു അലൈക യാ ശഹ്റ തൗബതി വത്തറാവീഹ്, അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മതി വൽ ഇസ്തിഗ്ഫാർ. ശഹ്റു റമദാൻ, പുണ്യമായ വാസരമായ റമദാൻ, നിനക്ക് സലാം. വസന്തത്തിന്റെ സൗകുമാര്യതയുടെ വാസരമായ റമദാൻ, നിനക്ക് സലാം. തറാവീഹിന്റെ മാസമായ റമദാൻ, നിനക്ക് സലാം. നോമ്പിന്റെയും ആരാധനയുടെയും വസന്തമായ റമദാൻ, നിന്നോട് വിട റമദാൻ. അടുത്ത വർഷം ഇൻഷാ റമദാൻ എന്നൊരു മാസമുണ്ടെങ്കിൽ തമ്പുരാനെ അതിലുള്ള ആയുസ്സും നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ വിശ്വാസി റമദാനിനോട് ഇരു കൈയും നീട്ടിക്കൊണ്ട് ആ റമദാനിനോട് സലാം പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ, അല്ലാഹുവേ ഞങ്ങളുടെ ആരാധന കബൂൽ ചെയ്യണേ എന്ന പ്രാർത്ഥനയോടുകൂടെ, അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പിനെ ശുക്റുടക്കി മാറ്റണേ എന്ന പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ വിശ്വാസി റമദാനിനോട് സലാം പറയുകയാണ്. അല്ലാഹു സർവ്വ തമ്പുരാൻ നമ്മുടെ നോമ്പിനെയും നമ്മുടെ ആരാധനയും പുണ്യമർഹിക്കുന്ന പ്രത്യുത്തരം ലഭിക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമാക്കി തീർക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഊസിക്കും ബിദ്ദുആ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.